നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മട്ടാഞ്ചേരിയിൽ +1 വിദ്യാർത്ഥിനിയെ തെരുവുനായ ആക്രമിച്ചു. മട്ടാഞ്ചേരിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. മട്ടാഞ്ചേരി ജെയിൻ ടെമ്പിളിന് സമീപമാണ് +1 വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവുനായ ആക്രമണമുണ്ടായത്. പുല്ലേപ്പടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി രാവിലെ സ്കൂളിൽ പോകുവാൻ വീട്ടിൽ നിന്നിറങ്ങി ബസ് കയറുവാൻ നടക്കുന്നതിനിടയിലാണ് 3 പട്ടികൾ കൂട്ടമായി ആക്രമിക്കാനെത്തിയത്. അതിൽ ഒരു പട്ടി കുട്ടിയുടെ തുടയിൽ കടിക്കുകയും ചെയ്തു. ഭയന്ന് പേടിച്ച കുട്ടി കുടഞ്ഞതുകൊണ്ട് പട്ടിയുടെ കടി വിട്ടതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അല്ലെങ്കിൽ നായകളുടെ കൂട്ടാക്രമണത്തിന് കുട്ടി ഇരയാകുമായിരുന്നു. തുടർന്ന് വീട്ടുകാർ കുട്ടിയെ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. ഈ ഭാഗങ്ങളിൽ തെരുവുനായകളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന വണ്ടികളുടെ അടിയിലായിട്ടാണ് ഇവരുടെ താവളമെന്നും ഇവിടെയുള്ളവർ സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് ശല്യം വർദ്ധിക്കുന്നതെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കൊച്ചി നഗരസഭയിൽ ആശുപത്രിയിൽ പോയപ്പോലും പട്ടി കടിക്കുന്ന സ്ഥിതിയാണുള്ളത്. അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തെരുവുനായകളുടെ നീക്കം ചെയ്യാനുള്ള നടപടികൾ എടുക്കണമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി കൊച്ചി നഗരസഭാ അധികൃതരോട് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പുതിയ നഗരസഭാ ഓഫീസിൽ എല്ലാ തെരുവുനായകളെയും പിടിച്ചുകൊണ്ട് വന്നിടാൻ ജനങ്ങൾ ഇറങ്ങുന്ന സ്ഥിതിയിലേക്ക് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ കൊച്ചിയിൽ മട്ടാഞ്ചേരി പ്രത്യേകിച്ച് തെരുവുനായ ആക്രമണം ഭയങ്കര രൂക്ഷമാണ്. പല രീതിയിലും പരാതികൾ കൊടുത്തിട്ട് യാതൊരു ഫലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോയൊരു കുട്ടി ഈ വഴിയിലൂടെ നടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് പട്ടി കടിച്ച് അതിൻ്റെ തുടഭാഗം കടിച്ച് പറിച്ച് പൊടിച്ചിട്ട് ഓടിയാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതിന് എത്ര പെട്ടെന്നൊരു പരിഹാര മാർഗം വേണം. അതുകൊണ്ട് അത് കണ്ട് ഈ സൈഡിലുള്ള ഈ വണ്ടി പാർക്കിങ്ങിൻ്റെ ഇപ്പോൾ ഈ വണ്ടിയുടെ അടിയിലാണ് പട്ടികൾ സ്ഥിരമായിട്ട് കിടക്കുന്നത്. അതുകൂടാതെ ഇവിടെയുള്ള ഈ കുറുവാക്ക് കൗണ്ടിലുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഭക്ഷണം അതിന് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് പട്ടികൾ ഇവിടുന്ന് മാറാത്തത്. ഒരുപാട് പട്ടികളുണ്ട്. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും നിരന്തരമായിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പട്ടി കടിക്കാൻ ഓടിക്കുന്നത്. അതിന് പരിഹാരം കാണാനുള്ള മാർഗം. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.